ഈ പദ്ധതിയിലൂടെ വയോജനങ്ങളെ സംരംഭകരായും മെന്റർമാരായും മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. ക്യാൻസർ, കുഷ്ഠം, ക്ഷയം, എയ്ഡ്സ് തുടങ്ങിയ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർക്കുള്ള കുട്ടികളുടെ സൗജന്യ യൂണിഫോമിന് 150 കോടി, ആഗോള സ്കൂളിന് 10 കോടി, വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ്, കേരളിന് പകരം RRTS അതിവേഗ പാത, ഹരിതകർമ്മസേനയ്ക്ക് ഇൻഷുറൻസ്, അപകടങ്ങൾക്ക് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി, കണക്ട് ടു വർക്കിന് 400 കോടി, തൊഴിലുറപ്പിന് 1000 കോടി, വയോജന കമ്മീഷന് 50 ലക്ഷം. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും മുൻഗണന നൽകിക്കൊണ്ട് വിപുലമായ പദ്ധതികളുമായി അവസാന ലാപ്പിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ വയോജന സൗഹൃദ ബജറ്റ്. കേരളം ഒരു വയോജന സൗഹൃദ സംസ്ഥാനമായി മാറുന്നു എന്ന പ്രഖ്യാപനത്തോടൊപ്പം പ്രത്യേക വയോജന ബജറ്റ് രേഖയും ബജറ്റിനൊപ്പം അവതരിപ്പിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. മുതിർന്ന പൗരന്മാർക്കുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷനുകളും 2000 രൂപയായി വർദ്ധിപ്പിച്ചു. മുൻപുണ്ടായിരുന്ന 1600 നിന്നാണ് ഈ വർധനവ്. 2025 നവംബർ മാസം മുതൽ തന്നെ 2000 ആക്കി ഉയർത്തിയാണ് വിതരണം ചെയ്തിരുന്നത്. 2026-27 വർഷത്തിലെ ക്ഷേമ പെൻഷനു വേണ്ടി 14,500 കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്. നിലവിൽ 62 ലക്ഷം പേർക്കാണ് ഇത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വയോജനങ്ങൾക്ക് വേണ്ടി നിരവധി കാര്യങ്ങളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 60 വയസ്സിന് മുകളിലുള്ള BPL വിഭാഗത്തിലുള്ളവർക്ക് ന്യൂമോണിയയെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള സൗജന്യ വാക്സിനേഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിനു വേണ്ടി 50 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. വയോമിത്രം പദ്ധതിക്കായി 27.5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ താലൂക്ക് തലത്തിലുള്ള ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കുമെന്നും വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന പൗരന്മാർക്ക് ഒരുമിച്ച് താമസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള റിട്ടയർമെന്റ് ഹോമുകൾ സജ്ജമാക്കുന്നതിന് മുൻകൈയെടുക്കുമെന്നും കമ്മ്യൂണിറ്റി കിച്ചൺ, ആരോഗ്യ പരിപാലനത്തിലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഇത്തരം ഹോമുകൾ ആരംഭിക്കാൻ തയ്യാറാകുന്ന സംഘടനകൾക്കും വ്യക്തികൾക്കും സർക്കാർ സബ്സിഡി നൽകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഇത്തരം ഹോമുകൾക്ക് വേണ്ടി 30 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുന്ന വയോജനങ്ങളെ സഹായിക്കുന്നതിനായി സന്നദ്ധ വളണ്ടിയർമാരുടെ സേന രൂപീകരിക്കുന്നതിലേക്കായി 10 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. വിരമിച്ചതിന് ശേഷവും മുതിർന്ന പൗരന്മാരുടെ അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നതിനു വേണ്ടി സ്റ്റാർട്ടപ്പ് മിഷൻ വഴി പുതിയ പദ്ധതി ആരംഭിക്കും. ന്യൂ ഇന്നിംഗ്സ് എന്ന ഈ പദ്ധതിയിലൂടെ വയോജനങ്ങളെ സംരംഭകരായും മെന്റർമാരായും മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. സഹകരണ മേഖലയിൽ വയോജന പരിപാലനത്തിനായി പ്രത്യേക സെന്ററുകൾ ആരംഭിക്കാൻ 21.4 കോടി രൂപ വകയിരുത്തി. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവർക്കായി അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കും. അവസാനം ലഭിച്ച അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷൻ തുക. വയോജന സംരക്ഷണത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സ്വയംപ്രഭ ഹോമുകൾ വിപുലീകരിക്കുന്നതിനായി 14 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. കൂടാതെ വയോജന കമ്മീഷന്റെ പ്രവർത്തനത്തിനായി 50 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ബജറ്റിൽ. ക്യാൻസർ, കുഷ്ഠം, ക്ഷയം, എയ്ഡ്സ് തുടങ്ങിയ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർക്കുള്ള പെൻഷൻ 2000 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് നിലവിലുണ്ടെങ്കിലും അതിൽ ഉൾപ്പെടാത്തവർക്ക് വേണ്ടി പ്രത്യേക ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബജറ്റിലൂടെ. ചെറിയ തുക പ്രീമിയം അടച്ചുകൊണ്ട് പുതിയ സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയിൽ പങ്കാളികളാകാൻ സാധിക്കും. സമഗ്ര ഇൻഷുറൻസ് പദ്ധതിക്ക് വേണ്ടി 50 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചെലവ് കുറഞ്ഞ വിഹിതം അടയ്ക്കുന്ന തരത്തിൽ ഓട്ടോറിക്ഷ, ടാക്സി തൊഴിലാളികൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് ലൈഫ് സേവർ പദ്ധതി. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യത്തെ 5 ദിവസം ക്യാഷ്ലെസ് ചികിത്സ കിട്ടുന്ന പദ്ധതിയാണിത്. സർക്കാർ ആശുപത്രികളിലും പദ്ധതിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ സൗകര്യമുണ്ടാകും. ഇതിനായി 15 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. കുട്ടികളുടെ സൗജന്യ യൂണിഫോമിന് 150 കോടി രൂപയും ആഗോള സ്കൂൾ സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപയും വകയിരുത്തി. കൂടാതെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കിയതായി പ്രഖ്യാപിച്ചു. നിലവിൽ +2 വരെയുള്ള സൗജന്യ വിദ്യാഭ്യാസമാണ് സംസ്ഥാനത്ത് ലഭ്യമായിരുന്നത്. അതിനോടൊപ്പം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി അവതരിപ്പിച്ച കണക്ട് ടു വർക്ക് പദ്ധതിക്ക് 400 കോടി രൂപയും മാറ്റിവെച്ചു. കേരളത്തിലെ 1 മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി അപകട ലൈഫ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുമെന്നും ഇതിനായി 15 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. അതുമാത്രമല്ല, ഹരിതകർമ്മസേനയ്ക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പിന് 1000 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ആശാ വർക്കർമാർക്ക് 1000 രൂപ വേതന വർധന, അംഗൻവാടി ജീവനക്കാർക്ക് 1000 രൂപയുടെ വർധന തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളാണ് ബജറ്റിലുള്ളത്. തീർന്നില്ല, നടക്കാതെ പോയ KRailന് പകരമായി RRTS അതിവേഗ റെയിൽപാത.
പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം 4 ഘട്ടങ്ങളിലായാണ് നടപ്പിലാക്കുക. 553 കിലോമീറ്ററോളം നീളം വരുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ആയിരിക്കും. മണിക്കൂറിൽ 160 മുതൽ 180 കിലോമീറ്റർ വരെ വേഗതയിൽ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ഡൽഹി മീററ്റ് RRTS മാതൃകയിലാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.